ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്യം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ. അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എൻ്റെ പല്ല് തകർത്ത്, കല്ലുകൊണ്ട് എൻ്റെ പല്ല് തകർത്തു. എന്നെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു, എന്നെ വെണ്ണീറിൽ ഇട്ട് ഉരുട്ടിയിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി. ഞാൻ സുഖം മറന്നിരിക്കുന്നു, സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. സ്തോത്രം. എൻ്റെ പ്രാണൻ എൻ്റെ കയ്പും എൻ്റെ കാഞ്ഞിരവും അരിഷ്ടതയും എല്ലാം ഓർത്ത് എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഹൃദയം ഉരുകി കരയുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ്റെ ചിത്രം മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ ചിത്രം. വിലാപങ്ങളുടെ പുസ്തകം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായ ചില സൂചനകൾ തരുന്ന പുസ്തകമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതായ യാതനയും വേദനയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ആ പുസ്തകം എഴുതിയിരിക്കുന്ന യെരമ്യാ പ്രവാചകനാണ്. യെരമ്യാ പ്രവാചകൻ കരയുന്ന പ്രവാചകനായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് പ്രവചിച്ചത്. കാരണം ദേശത്തിന് വരുന്നതായ ശിക്ഷാവിധി യെരമ്യാ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്തു. പ്രവാചകന്മാർക്ക് ദൈവം ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു കൊടുക്കാറുണ്ട്. യെരമ്യാ പ്രവാചകൻ ദേശത്തിന് വരുന്ന വലിയൊരു ദുർഗതി കണ്ടപ്പോൾ ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. ദേശം ശത്രുവിൻ്റെ കയ്യിലാകുമെന്നും ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുമെന്നും യെരൂശലേം കീഴടക്കുമെന്നും യഹൂദിയ നാട് ബാബിലോണിയൻ ചക്രവർത്തിയുടെ കയ്യിലാകുമെന്നും എല്ലാം വ്യക്തമായ പ്രവചനങ്ങൾ യെരമ്യാ പ്രവാചകന് കിട്ടിയത് ജനത്തെ അറിയിച്ചു. അന്നത്തെ രാജാവ് അത് കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഈ പ്രവചനം രാജാവിന് അംഗീകരിക്കാൻ തോന്നിയില്ല. നീ നന്നായിരിക്കും, നിനക്ക് നല്ലതാണ്, നിനക്ക് ശോഭനമായ ഭാവി ഉണ്ടാകും എന്നൊക്കെയുള്ള അരുളപ്പാട് കിട്ടിയിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ. പക്ഷേ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള അരുളപ്പാട് കേട്ടപ്പോൾ രാജാവിന് രുചിച്ചില്ല. രാജാവിന് വലിയ പ്രയാസമായിപ്പോയി. പ്രയാസം മാത്രമല്ല, ദേഷ്യവുമായി. പ്രവാചകനോട് ദേഷ്യം. പാവം പ്രവാചകനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? പ്രവാചകന് കിട്ടിയതല്ലേ പ്രവാചകൻ പറയൂ. പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് പ്രവാചകൻ പറഞ്ഞു. എക്കാലത്തും അങ്ങനെയാണ്. പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് വചനം കിട്ടുന്നവരാണ്, വചനം വാങ്ങുന്നവരാണ്. അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, ജനത്തിന് കൊടുക്കുവാൻ. ജനത്തിന് കൊടുക്കുവാനുള്ളതായ വചനമാണ് പ്രവാചകന്മാർ സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. ആ വചനം, സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതായ വചനം ജനത്തിന് കൊടുക്കുമ്പോൾ അവർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ മനസ്സിലാതെ വരുന്നു. അതോടെ അവർ ദൈവത്തിൻ്റെ ആത്മാവിനെ അവരറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും എതിർക്കുന്നു. ആത്മാവിൻ്റെയാണ് വചനം. വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പക്ഷേ ആ വചനം കൈക്കൊള്ളാതെ പോകുമ്പോൾ, സ്വീകരിക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെ എതിർക്കുകയാണ്. വലിയൊരു നഷ്ടമാണത്. അന്നത്തെ സിദ്ക്കിയ രാജാവും അന്നത്തെ രാജാവിൻ്റെ മന്ത്രിമാരും എല്ലാം ഒരുപോലെ യെരമ്യാ പ്രവാചകനെ ഒറ്റപ്പെടുത്തി. യെരമ്യാ പ്രവാചകനെ ഒഫീഷ്യൽ പ്രവാചകന്മാർ ചിലർ അടിക്കുക പോലും ചെയ്തു. ഒഫീഷ്യൽ പ്രവാചകന്മാർ പറയുന്നത് രാജാവിൻ്റെ സേവകരായ പ്രവാചകന്മാരുണ്ട്. അവർ ശമ്പളം പറ്റുന്ന പ്രവാചകന്മാരാണ്. ശമ്പളം പറ്റുന്ന പ്രവാചകന്മാർ. അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. പ്രവചനം ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പ്രവാചകന്മാർക്ക്, പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അവർക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തിയാലേ പറ്റൂ. അവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തണം. യെരമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ പ്രവാചകന് മനുഷ്യരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എന്ത് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവിച്ചത് യെരമ്യാ പ്രവാചകനെ അവർ ബന്ധിച്ചു. അവരെ ജയിലിലിട്ടു. ഒരവസരത്തിൽ ചില പ്രവാചകന്മാർ വന്ന് സിദ്ക്കിയാവിൻ്റെ ചെകിട്ട് തടിച്ചു. പിന്നീട് യെരമ്യാ പ്രവാചകനെ ബന്ധിച്ച് കാവൽപ്പുരമുറ്റത്ത് തന്നെത്താൻ നിർത്തി. അവിടെ നിന്ന നിലയിൽ നിൽക്കണം. കുഴപ്പമില്ല, ഭക്ഷണമില്ലാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ വേറെ അപകടമില്ലല്ലോ. പിന്നെ ഒരു വലിയൊരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. പാവം അവിടെ കിടന്ന് ചാകട്ടെ എന്നാണ് വിചാരിച്ചത്. അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി യെരമ്യാ പ്രവാചകന്. യെരമ്യാ പ്രവാചകൻ പക്ഷേ ഇതെല്ലാം സഹിച്ചുകൊണ്ട് പിന്നെയും
അവിടുന്ന് കയറി വന്നപ്പോൾ പിന്നെയും പറഞ്ഞു, ദേശം നശിക്കാൻ പോകുന്നു, ഈ ദേശത്തിലെ ജനം അടിമകളാകാൻ പോകുന്നു, ഈ ദേശത്ത് വലിയ മഹാനാശം വരാൻ പോകുന്നു, നിങ്ങളെല്ലാവരെയും നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് പോകും, ബാബിലോണിയൻ ചക്രവർത്തി വന്ന് എല്ലാവരെയും ബന്ധിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് ദേഷ്യമെന്നുള്ളതല്ലാതെ ഒരു മാറ്റവും അവർ വരുത്തിയില്ല. പ്രവാചകൻ പറഞ്ഞത് ആ മഹാവലിയ ആപത്ത് വരാതിരിക്കാൻ വേണ്ടി അവർക്ക് സൂചന കൊടുക്കുകയായിരുന്നു. വരാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞത് വരാൻ വേണ്ടിയല്ല, ആ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അടിമത്തങ്ങളോ അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. കർക്കശമായി പറഞ്ഞതും ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. പ്രവാചകൻ പറഞ്ഞത് ഒരു മയമില്ലാതെയാണ് പറഞ്ഞത്. പക്ഷേ അവർക്കത് ഇമ്പമായി തോന്നിയില്ല എങ്കിൽ ദൈവസ്നേഹമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നെന്ന പോലെ ഇന്നും അതേ ആത്മാവ് തന്നെയാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയാലും അതേ ആത്മാവ് തന്നെയാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മോശയുടെ കാലത്ത് മോശയിൽ കൂടി ദൈവം സംസാരിച്ചു. പക്ഷേ മോശ കടന്നുപോയി, പക്ഷേ ദൈവാത്മാവ് കടന്നുപോയില്ല. മോശയ്ക്ക് ശേഷം പിന്നീട് യോശുവ വന്നു. യോശുവയുടെ കാലത്ത് ദൈവാത്മാവ് സംസാരിച്ചു. യോശുവ കടന്നുപോയി, പക്ഷേ ദൈവം കടന്നുപോയില്ല, ദൈവം തീർന്നുപോയില്ല. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ കാലം, അത് കഴിഞ്ഞ് പ്രവാചകന്മാരുടെ കാലം. ഏലിയാവിൻ്റെ കാലത്ത് ദൈവം പ്രവർത്തിച്ചു, ഏലിയാവ് കടന്നുപോയി, പക്ഷേ ദൈവം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. എലീശ പ്രവാചകൻ്റെ കാലത്ത് ദൈവം പ്രവർത്തിച്ചു, പിന്നെയും എലീശ കടന്നുപോയെങ്കിലും ദൈവം പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് അതുപോലെ തന്നെ ഓരോ കാലങ്ങൾ കഴിഞ്ഞ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ഹഗ്ഗായി, സെഖര്യാവ് എന്നിങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലത്ത് ദൈവം പ്രവചനം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ പ്രവാചകന്മാർ കടന്നുപോയി, പക്ഷേ ദൈവം കടന്നുപോയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ കടന്നുപോയി, പക്ഷേ പത്രോസിൽ കൂടി പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയില്ല. പൗലോസ്ലീഹ കടന്നുപോയി, പക്ഷേ പൗലോസിൽ കൂടി സംസാരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നുപോയില്ല. വ്യക്തികൾ, മനുഷ്യർ കടന്നു പോകും. നാം ഓരോരുത്തരും മറക്കരുത്, വലിയ ഗൗരവമായ കാര്യമാണ്. നാം ഓരോരുത്തരും കടന്നു പോകും. ഞാനും കടന്നു പോകും, നിങ്ങളും കടന്നു പോകും. ഇതൊരു തൽക്കാലത്തെ പ്രവാസകാലം, ഒരു പരദേശവാസകാലം എന്നേ പറയാനുള്ളൂ. ഇവിടെയുള്ള ഭൂമിയിലെ ജീവിതം ഏതാനും നാളുകൾ കഴിയുമ്പോൾ നമ്മിൽ പലരും ഇല്ലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ പ്രായം കുറഞ്ഞായിരിക്കും, ചിലപ്പോൾ പ്രായം കൂടിയായിരിക്കും, ചിലപ്പോൾ രോഗം വന്നായിരിക്കും, ചിലപ്പോൾ ആക്സിഡൻറ്റ് മൂലമായിരിക്കും, അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റും ഇല്ല, രോഗവും ഇല്ല, പെട്ടെന്നുള്ള കടന്നുപോക്കായിരിക്കും. കടന്നുപോകും. മനുഷ്യർ കടന്നുപോകും, പ്രവാചകന്മാരും കടന്നുപോകും. പക്ഷേ നിത്യനായ ദൈവം കടന്നു പോകുകയില്ല. ദൈവം നിത്യനാണ്, നിത്യനായ ദൈവം. ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനായ ദൈവം മാറിപ്പോവുകയില്ല. ദൈവം എന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് നാം നിരന്തരം കേൾക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന്. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ ആരെല്ലാം മാറിപ്പോയാലും നമുക്ക് ഒരു നാശവും വരികയില്ല. നാം മനുഷ്യനെ പിടിച്ചാൽ ആ മനുഷ്യൻ മാറിപ്പോകുമ്പോൾ നാം വീണുപോകും. നാം മനുഷ്യരെ അല്ലെങ്കിൽ ആശ്രയിച്ചാൽ ആ മനുഷ്യൻ വീണുപോയാൽ ആ കൂട്ടത്തിൽ നാം വീണുപോകും. മനുഷ്യരല്ല നാം ആശ്രയിക്കേണ്ടത്, മനുഷ്യരല്ല നാം നോക്കേണ്ടത്. മനുഷ്യരെ കേവലം മനുഷ്യർ മാത്രമാണ്. ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതുകൊണ്ട് ഓരോരുത്തരെ ചില ശുശ്രൂഷ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കേവലം മനുഷ്യൻ മാത്രമാണ്. എന്നാൽ ദൈവമോ നിത്യനായ ദൈവം, മാറ്റമില്ലാത്തനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം സ്നേഹം മാത്രമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവം ആരാണെന്നറിയാൻ വയ്യാത്ത ജനത്തിന് ദൈവം എങ്ങനെയുള്ളവരാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നിത്യനായ ദൈവം മനുഷ്യ വേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം ആരാണ് എന്നറിയാൻ, ദൈവം സ്നേഹം മാത്രമാണെന്നറിയാൻ, ദൈവം ദീർഘക്ഷമ മാത്രമാണെന്നറിയാൻ, ദൈവം അനുഗ്രഹിക്കുന്നതിനാണെന്നറിയാൻ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം ചരിത്രത്തിന് നെറുകയിൽ ചവിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ കേൾക്കുക, നിങ്ങളൊരു വലിയൊരു സത്യം ഓർക്കൂ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴും ആ ദൈവത്തെ മനുഷ്യർ നിരസിച്ചു. യേശുക്രിസ്തുവിനെ നിരസിക്കുകയാണ് ചെയ്തത്. അന്നത്തെ പ്രമാണിമാർക്ക് യേശുവിനെ ഇഷ്ടപ്പെട്ടില്ല. അവരവരുടെ തനിനിറം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കിയപ്പോൾ അതിന് അവർക്ക് വലിയ എതിർപ്പായിപ്പോയി. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് സഭയുടെ തലവന്മാരും പല സമുദായങ്ങളുടെ നേതാക്കന്മാരും സത്യകൂട്ടായ്മയെ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിന് കാരണം, അംഗീകരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിന് കാരണം സത്യം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിലുള്ളതായ ചില കാര്യങ്ങൾ, അവരുടെ സ്വാർത്ഥപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോകുമോ, ആളുകൾ അറിഞ്ഞു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇന്ന് സത്യകൂട്ടായ്മയെ വെറുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആരെയും എതിർക്കുന്നുമില്ല, ആരുടെയും കുറ്റം പറയുന്നുമില്ല. ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം അതാണ്. നാം ഒരു സഭയുടെ കുറ്റം പറയുന്നില്ല, ഒരു നേതാവിൻ്റെ കുറ്റം പറയുന്നില്ല, ഏതെങ്കിലും സഭയുടെ വേലധ്യക്ഷന്മാരുടെ കുറ്റം പറയുന്നില്ല. നമുക്കതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. നമ്മെക്കുറിച്ച് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നമുക്ക് നേരമില്ല. നമുക്ക് വളരെ വേഗം വേല ചെയ്ത് തീർക്കാനുണ്ട്. വളരെ വേഗം ഒരു മറുപടിയും നോക്കില്ല, ഒരു വിശദീകരണവും നോക്കില്ല. ആരോടും ഒരു വിശദീകരണവും പറയുന്നുമില്ല.
കാരണം നമുക്ക് വലിയൊരു വേല നമ്മുടെ മുന്നിലുണ്ട്, വലിയൊരു വേല. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അതിവേഗം ഈ വേലയുമായി മുന്നോട്ട് ഓടണം നമുക്ക്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു ശുശ്രൂഷ നമ്മുടെ മുന്നിലുണ്ട്. യെരമ്യാ പ്രവാചകൻ എല്ലാം മറന്ന് കർത്താവിൻ്റെ വേല ചെയ്തു, കർത്താവിൻ്റെ വചനം പറഞ്ഞു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ സങ്കടത്തോടെ വിളിച്ച് ചോദിക്കുകയാണ്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യെരൂശലേം ശൂന്യമായി കിടക്കുന്നു, വലിയ നാശം വന്നിരിക്കുന്നു, പട്ടണം പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു, ബാബിലോണിയൻ ചക്രവർത്തി വന്ന് പട്ടണത്തെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു, എല്ലാം തകർന്നു കിടക്കുന്നു, ആഹാരത്തിന് മാർഗമില്ല. ഒരു സമയത്ത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു. ദാഹമുണ്ട്, വിശപ്പുമുണ്ട്, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സാധുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ഒരു കാലത്ത് സ്വാദുഭോജ്യങ്ങൾ, നല്ല സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ ആഹരിച്ചു വന്നവർ അവർ വീഥികളിൽ പട്ടിണി കിടക്കുകയാണ്. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവരാണ്, പക്ഷേ ഇന്ന് കുപ്പകളെ ആലിംഗനം ചെയ്യുകയാണ്. കുപ്പയിൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന കുപ്പയിൽ വീണ് വസ്ത്രം പോലുള്ളതായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കിടക്കുന്നു. കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിൻ്റെ പാപത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. സങ്കടത്തോടെ പറയുകയാണ്, ജനത്തിൻ്റെ പുത്രിക്ക് വന്നതായ വ്യസനം, അവർക്ക് വന്നിരിക്കുന്ന നാശം അതിഭയാനകമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. ജനത്തിന് വന്നതായ അകൃത്യത്തെ ഓർത്താണ് പ്രവാചകൻ ശക്തമായി പറയുന്നത്. ജനത്തിന് അകൃത്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അല്പസമയം ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ, നമ്മുടെ ചുറ്റുപാടും ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും അഴിമതിയല്ലേ നാം കാണുന്നത്. എവിടെയുണ്ട് ഒരു സത്യസന്ധത? എവിടെയുണ്ട് നേരായ പോക്ക്? വാസ്തവമായും യഥാർത്ഥമായ ഒരു സത്യമായ നീതിയുള്ള ന്യായമായ ഒരു ജീവിതം നയിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? അങ്ങനെയുള്ളവരെ ഒറ്റപ്പെട്ടു പോവുകയല്ലേ ചെയ്യുന്നത്. എവിടെയും കൊള്ളരുതായ്മയും അഴുക്കും അശുദ്ധിയും നടമാടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കോളേജുകളിൽ ഇന്ന് വിദ്യാർത്ഥികൾ വരുന്നു, പഠിക്കാനല്ല, അവർ നേതാക്കന്മാരാകാനാണ് വരുന്നത്, പഠിക്കാനല്ല, അല്ലെങ്കിൽ പ്രേമിക്കാനാണ് വരുന്നത്. അനേകം കുട്ടികൾ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭാവി ഉണ്ടാകേണ്ട കുട്ടികൾ, ശോഭനമായ ഭാവിയിലേക്ക് പറന്നുയരേണ്ടതായ അനേക യുവചേതനകൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിൻ്റെ കാര്യമെല്ലാം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. ഭയങ്കരമായ റാഗിങ്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് വിക്രിയകൾ നടക്കുന്നത്. ഇന്നത്തെ ആളുകൾ ഇതുവെല്ലാം ചിന്തിക്കുന്നുണ്ടോ? ചുറ്റുപാട് നോക്കിയാൽ എല്ലാം അഴിമതി മാത്രമാണ്. കർത്താവ് ഈ അകൃത്യങ്ങളെല്ലാം കണ്ട് കർത്താവ് ദുഃഖിക്കുന്നു മാത്രമല്ല, കർത്താവ് കോപിക്കുന്നു. ഇതിൻ്റെ അവധി വരില്ലേ? നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത്, നോഹയുടെ കാലത്ത്, നാട് അധർമ്മത്തിലേക്കും അസാന്മാർഗത്തിലേക്കും അശുദ്ധിയിലേക്കും പോയപ്പോൾ, സർവ്വമനുഷ്യരും അശുദ്ധരായി തീർന്നപ്പോൾ ദൈവം ഈ ഭൂമിയെ കഴുകിയെടുക്കാൻ തീരുമാനിച്ചു. ഭൂമിയെ കഴുകാൻ ദൈവം തീരുമാനിച്ചു. ആ കഴുകൽ എങ്ങനെയാണ് നടന്നത്? വലിയൊരു ജലപ്രളയം മൂലം എല്ലാം കഴുകി. അശുദ്ധിയുള്ള ഭൂമിയെ മുഴുവൻ ദൈവം കഴുകിക്കൊണ്ട് കർത്താവ് അന്ന് ഈ ഭൂമിയിലെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞു. അന്ന് ഏതാനും പേർ, 8 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷപ്പെട്ടു. വളരെ ചുരുക്കം. എത്രയോ ആളുകൾ, എല്ലാവരും ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചത്തു. എല്ലാവരും. മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തിരുന്നു. ഏതൊരു കാര്യം വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ജനം വിശ്വസിച്ചില്ല, ജനം അത് സ്വീകരിച്ചില്ല, ജനം അത് ഒട്ടും കണക്കാക്കിയില്ല, ഗൗനിച്ചില്ല. പെട്ടകം പണിതുകൊണ്ടിരുന്നതായി ആശാരിമാർ പോലും ഇതൊന്നും വിശ്വസിച്ചില്ല. പെട്ടകം പണി കഴിഞ്ഞു. പെട്ടകത്തിൻ്റെ 3 തട്ട്, നടുവിലെ തട്ടിലൊരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നു വെച്ചുകൊണ്ട് നോഹ പ്രസംഗിച്ചു. കയറുവീൻ, നിങ്ങൾ ഓടിക്കയറുവീനെന്ന് പറഞ്ഞു, രക്ഷപ്പെടുവീനെന്ന് പറഞ്ഞു. ആളുകൾ പുച്ഛിച്ച് നോക്കി നിന്നു. നോഹ പറഞ്ഞു, വെള്ളം വരും, ആകാശത്ത് നിന്ന് വെള്ളം വീഴും, മഴ വീഴും. മഴ എന്താണെന്ന് അറിയാത്ത സമൂഹത്തിന് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതമില്ല. മഴ കണ്ടിട്ടില്ല അവർ. അതുവരെയും ഭൂമി മഞ്ഞ് കൊണ്ട് നനഞ്ഞു വന്നു, മണ്ണിൽ നിന്ന് പോകുന്ന മഞ്ഞ് കൊണ്ട് നനഞ്ഞു വന്നു. ഈ മഴ എന്നുള്ളൊരു പ്രതിഭാസം അതുവരെ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? ചുരുക്കം പേര് മാത്രം രക്ഷപ്പെട്ടു. എല്ലാവരും അകൃത്യത്തിലും അഴിമതിയിലും തിന്മയിലും അശുദ്ധിയിലും നിറഞ്ഞു വന്ന ജനമെല്ലാം എല്ലാവരും അന്ന് വെള്ളത്തിൽ നശിച്ചു. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഭയാനകമായ അസാന്മാർഗീയത്വം നടമാടുന്നു, അധർമ്മം നടമാടുന്നു. എല്ലാം അഴുക്കാണ് കാണുന്നത്. എവിടെയും അഴുക്ക്, അശുദ്ധി, എവിടെയും മ്ലേച്ഛതകൾ, എവിടെയും സത്യസന്ധതയില്ലായ്മ.
നേരില്ല, നെറിയില്ല, നീതിയില്ല, ന്യായമില്ല, എല്ലാം നശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയുണ്ട് ഒരു മാന്യത? യഥാർത്ഥമായി മാന്യതയുടെ ഒരു സമാധാനം എവിടെയുണ്ട്? ആർക്കുണ്ട് മാന്യത? നാം കൂട്ടായ്മയിൽ വരുന്നുണ്ട്, പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ നാം വീണു പോകുന്നു. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നതിനായി നിൽക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നതിനായി നിൽക്കുന്നുണ്ടോ? നമുക്കിന്ന് അനേക വിധത്തിൽ കയ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ കയ്പിനെല്ലാം ഉത്തരവാദി നാം തന്നെയാണ്. കയ്പുകൾ, പല വിധത്തിലുള്ളതായ കാഞ്ഞിരങ്ങളും കയ്പുകളും. കയ്പിനെക്കുറിച്ച് പറയുമ്പോൾ അനേകം കാര്യങ്ങൾ നാം ഇതിന് ചിന്തിച്ചെങ്കിലും ഇപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങൾ വരുന്നു. സമാധാനത്തിൻ്റെ കണിക പോലും ഇല്ലാതെ അനേകരെ നട്ടം തിരിയുന്നു. ഒരു ചെറു തിരിയെങ്കിലും കത്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഒരു ചെറു തിരിയെങ്കിലും അന്ധകാരാവൃതമായ ഈ പ്രകൃതിയിൽ ഒരു ഭാഗത്ത് ഒരു ചെറു തിരി കത്തിക്കാനെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല. എല്ലായിടത്തും അന്ധകാരമാണ്. എൻ്റെ വീട്ടിലൊരു ചെറുതിരി ഞാൻ കത്തിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ല. എല്ലാവരും അന്ധകാരത്തിലാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറുതിരി കത്തുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. സമൂഹത്തിൽ മുഴുവനും അന്ധകാരം നിറഞ്ഞു വരുന്നു, അസമത്വം നിറഞ്ഞു വരുന്നു, അസാന്മാർഗം നിറഞ്ഞു വരുന്നു, അധാർമികത നിറഞ്ഞു വരുന്നു, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, അന്ന് പ്രവാചകൻ സങ്കടത്തോടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. കയ്പ് കൊണ്ട് നിറച്ചിരിക്കുന്നു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ അവൻ കല്ലുകൊണ്ട് എൻ്റെ പല്ല് തകർത്ത് എന്നെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു. വെണ്ണീറിൽ ചാരത്തിലിട്ട് ഉരുട്ടിയിരിക്കുന്നു. വെണ്ണീറിലിട്ട് ഉരുട്ടിയിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. സമാധാനത്തിൽ നിന്ന് എന്നെ നീക്കിക്കളഞ്ഞു. എൻ്റെ പ്രാണന് സമാധാനമില്ല, സമാധാനത്തിൽ നിന്ന് എന്നെ നീക്കിക്കളഞ്ഞു. എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. സുഖമെന്ന് പറയുന്നത് ഞാൻ മറന്നുപോയി, ചിരിക്കാൻ മറന്നുപോയി. ഇന്ന് ചിരിയില്ല. പുറമേ ചിരി ഭാവിച്ചാലും അകത്ത് ചിരിയില്ല, അകത്ത് സന്തോഷമില്ല. എന്നും ചുടു നെടുവീർപ്പുകൾ മാത്രം, എന്നും തോര കണ്ണീര് മാത്രം. യാതനയേറ്റ് പിടയുന്ന മനുഷ്യ സമൂഹം. ഏത് ഹൃദയത്തിലുണ്ടൊരു സംതൃപ്തി? ആർക്കുണ്ടൊരു സമാധാനം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ കേട്ടിരുന്നു പോകരുത്. നിങ്ങൾ ചിന്തിക്കൂ, ഈ പറയുന്നതിൽ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? വാസ്തവത്തിൽ ഒരു സംതൃപ്തി ഉണ്ടോ? വാസ്തവത്തിൽ ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ മക്കളിൽ, അല്ല എൻ്റെ മാതാപിതാക്കളിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ ഭർത്താവിൽ ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? എനിക്കൊരു സമാധാനം ഉണ്ടോ? പലതിലും നമ്മുടെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുകയല്ലേ. കല്ലുകൊണ്ട് ഇടിച്ച് ഉരുക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുകയല്ലേ. ഹൃദയം ഉരുകുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്പും കാഞ്ഞിരവും. അടുത്ത വാക്യം വായിക്കാം. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കഷ്ടം, എൻ്റെ മഹത്വം പോയല്ലോ. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ പറയും, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി, ഈഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന്. മഹത്വം നഷ്ടപ്പെട്ടു പോയി. അനേകരുടെ ഓജസ് നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, മഹത്വം നഷ്ടപ്പെട്ടു, മുഖശ്രീ നഷ്ടപ്പെട്ടു. ഹൃദയം വിഷാദഭരിതമാണ്. ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. മനസ്സിൽ സ്വസ്ഥതയില്ല. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ശരിയല്ലേ? സത്യമല്ലേ ഇത്? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അസാന്മാർഗ്ഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി ദൈവം ഇനി കഴുകാൻ പോകുന്നത് തീ കൊണ്ടാണ്. വലിയൊരു തീ കൊണ്ട് കഴുകും. ഇതെങ്ങനെയെന്ന് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു തീ പ്രളയം ഉണ്ടാകും. ആ അഗ്നിപ്രളയത്തിൽ എല്ലാം ചത്തൊടുങ്ങും, എല്ലാം കത്തിക്കരിയും, എല്ലാം തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്നതെല്ലാം ഉടഞ്ഞ് തകർന്നു പോകും. ഇന്നത്തെ ഭൂമിയിലുള്ളതായ പണിപ്പാടുകളും കെട്ടിടങ്ങളും മാത്രമല്ല, ഭൂമിയിലുള്ളതായ വൃക്ഷലതാദി സസ്യാദികളും എല്ലാം കത്തിക്കരിഞ്ഞു പോകും. ചാമ്പലായിത്തീരും, വെണ്ണീറായിത്തീരും, ചാരമായിത്തീരും. ഭൂമിക്കടിയിലോ അവിടെയുള്ള ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം കത്തിപ്പോകും. ഇന്ന് ഭൂമിക്കടിയിൽ വലിയ നിക്ഷേപങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ നിക്ഷേപങ്ങളുണ്ട്, ചെമ്പ്, ഇരുമ്പ്, ഈയം മുതലായ അനേകം നിക്ഷേപങ്ങൾ ഭൂമിക്കടിയിലുണ്ട്. ലവണങ്ങളുണ്ട്, മഗ്നീഷ്യം, ഫോസ്ഫറസ് ലവണങ്ങളുണ്ട്. എല്ലാം കത്തിപ്പോകും. ധാതുക്കളും ലവണങ്ങളും എല്ലാം കത്തിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മനുഷ്യൻ്റെ അഭിപ്രായമല്ല നിങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. അവസാന കാലത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ.
അതിൻ്റെ ചിലതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയല്ലേ പലയിടത്തും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഥലങ്ങളിലുമുള്ള, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള, എല്ലാ ദേശത്തുമുള്ള മനുഷ്യരെല്ലാവരും തീയിൽ വെന്തിരിയുന്നൊരു ദിവസം വരാൻ പോകുന്നു. അതൊരു സെക്കൻഡ് കൊണ്ട് നടക്കും, കണ്ണിമിക്കുന്നിടയിൽ നടക്കും. അതാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നത്. താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുവാൻ നിശ്ചയിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം: കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും ഒഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടൊഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. നാം ഓരോരുത്തരും എത്ര വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം, എത്ര കരുതലോടെ ജീവിക്കേണ്ടതാണ്, എത്ര ഭയഭക്തിയോടെ ജീവിക്കേണ്ടവരാണ്. ആകാശം ചുട്ടൊഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ആ ദൈവദാസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവിടെ അടുത്ത വാക്യം പറയുമ്പോൾ പറയും, എന്നാൽ അവിടെ ഒരു ശേഷിപ്പ്, ഒരു റെമനൻറ്റ്, ഒരു ചെറിയ ശേഷിപ്പുണ്ട്. അതിലാണ് എൻ്റെ നാമത്തെ ഭയപ്പെടും നിങ്ങൾക്കോ. അടുത്ത വാക്യം: എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ശുദ്ധന്മാർ അന്ന് ആ വെന്തടിയുന്ന സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അവർ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. എല്ലാം കഴിഞ്ഞു പോകും, എല്ലാം തകർന്നു പോകും. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞ കാര്യമല്ല, ഇതെല്ലാം തകരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാം തകരും. എന്തെല്ലാം നേടിയാലും എല്ലാം തകരും, എല്ലാം കത്തിപ്പോകും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴടിയാകും. എല്ലാം വൈക്കോൽ വെന്ത് വെണ്ണീറാകുന്നത് പോലെ എല്ലാം താഴടിയാകും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴടിയാകും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. സ്തോത്രം. ഒരു ഭാഗം ആളുകൾ നിലവിളി കൂട്ടുമ്പോൾ, മുറവിളി കൂട്ടുമ്പോൾ, വേറൊരു ഭാഗം ആളുകൾ നൃത്തം ചെയ്ത് തുള്ളിച്ചാടും. ആരാണ് തുള്ളിച്ചാടുന്നത്? വിശുദ്ധന്മാർ, കർത്താവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, തിരക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ, ജീവിതം കർത്താവിന് സമർപ്പിച്ചവർ, ജീവിത വിശുദ്ധി പാലിക്കുന്നവർ, മരണത്തോളം വിശ്വസ്തയോടെ നിൽക്കുന്നവർ, വ്യക്തമായ സമർപ്പണവും തീരുമാനമുള്ളവർ, അവർ മാത്രം നൃത്തം ചെയ്ത് തുള്ളിച്ചാടുന്ന അവസ്ഥയിൽ വരും, അനുഭവത്തിൽ വരും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുമെന്ന് മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം ആദ്യ ഭാഗത്ത് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇന്നെന്ന ഒരു ദിവസം, ഇന്ന് ഒരു പക്ഷേ നാം കൂടിയിരിക്കുന്ന സമയത്താണോ അറിഞ്ഞുകൂടാ, നാം ഉറങ്ങിക്കിടക്കുമ്പോഴാണോ അറിഞ്ഞുകൂടാ, അല്ല നാം പാടത്ത് പണിയെടുക്കുമ്പോഴോ പറമ്പിൽ ജോലി ചെയ്യുമ്പോഴാണോ അറിഞ്ഞുകൂടാ, ഓഫീസിൽ ധൃതഗതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ അറിഞ്ഞുകൂടാ, അല്ല നാം പാവം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ അറിഞ്ഞുകൂടാ, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അത് വരാതിരിക്കാൻ, അത് എന്നിൽ വരാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പരമയാഗത്തിൽ ഞാൻ ആശ്രയിച്ച്, യേശുക്രിസ്തു തിരക്തത്താൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ച്, തിരക്തത്താൽ ഞാൻ വീണ്ടെടുപ്പ് പ്രാപിച്ച്, ഞാൻ യേശുവിൻ്റെ വകയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഈ ഹൃദയത്തിനുള്ളിൽ യേശു ഉണ്ടെങ്കിൽ ഇവിടെ കേടുവരികയില്ല. യേശു ഉള്ളിടത്ത് കേടില്ല, യേശു ഉള്ളിടത്ത് നാശമില്ല. യേശു എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ നാശമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ഉള്ളവരായി തീരുവീൻ. നിങ്ങൾ എവിടെയെല്ലാം വന്നവരാണെങ്കിലും, നിങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. കർത്താവേ, നാശത്തിലേക്ക് പോകാതെ, കയ്പും കാഞ്ഞിരവും ഏൽക്കാനിടവരാതെ, നിത്യമായി അതിലേക്ക് പോകാനിടവരാതെ എന്നെ നീ രക്ഷിക്കണമേ കർത്താവേ, എന്നെ നീ വീണ്ടെടുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കൂ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. കർത്താവേ, എൻ്റെ നാമത്തെ ഭയപ്പെടും നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. നീതി സൂര്യൻ ഉദിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കിഴക്കേ ആകാശത്തിൽ വെള്ള വീശി തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിക്കാറായി എന്നുള്ള ആ ലക്ഷണം കണ്ടുവരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു വരാറായി എന്ന് കാണുന്നുണ്ട്. നീതി സൂര്യൻ ഉദിക്കാറായി എന്ന് കാണുന്നുണ്ട്. നീതി സൂര്യൻ ഉദിക്കുമ്പോൾ കർത്താവേ, ഞാൻ തുള്ളിച്ചാടുന്ന പശുക്കിടാക്കളെ പോലെ, കന്നുകിടാക്കളെ പോലെ തുള്ളിച്ചാടുന്ന അനുഭവത്തിൽ, നൃത്തം ചെയ്യുന്ന അനുഭവത്തിൽ, സന്തോഷിക്കുന്ന നിലയിൽ ഞാൻ പുറപ്പെടുമെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം നിങ്ങൾ നേടുക. ഇന്ന് നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വീകരിക്കുക. സ്നേഹിത, അതിൻ്റെ അരികത്ത് വന്ന് നിൽക്കുന്ന, കെഞ്ചിക്കൊണ്ട് നിൽക്കുന്ന യേശുവിനെ ഇപ്പോൾ നീ കയ്യിലേക്ക് ഏറ്റുവാങ്ങുക. യേശു ഇന്ന് ആരോരുമില്ലാത്തതിനെ പോലെ നിന്ന് കെഞ്ചുകയാണ്. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ സർവ്വപ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്, അവൻ അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവാണ്, അവൻ നിത്യ തേജോമയനായി
ഏകനായ നിത്യനായ ദൈവമാണ്. അവനിതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു യാചകനെ പോലെ നിൽക്കുന്നു. കൊടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ കരങ്ങളിലേക്ക് അവനോട് വാക്ക് പറയുകയും, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക, യേശുവേ ഇന്ന് ഞാൻ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാഴായി പോയല്ലോ കർത്താവേ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ കർത്താവേ, ഞാൻ വീണ്ടും വിചാരില്ലാത്തതിനെ പോലെ ജീവിച്ചു പോയല്ലോ കർത്താവേ, ഇന്നിതാ എൻ്റെ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ തരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ. അതാ കൊള്ളാകുന്നു ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ, എങ്കിലും നീ എന്നെ സ്വീകരിക്കണമേ. ഞാൻ എളിമയോടെ ഞാൻ വരികയാണ്. എൻ്റെ പാപങ്ങൾ ഓർക്കല്ലേ, അകൃത്യങ്ങൾ ഓർക്കല്ലേ. നിൻ്റെ തിരുവിലാവിൽ നൊഴിയ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി കൊണ്ട് എൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളയണമേ. ഇന്നു മുതൽ നിൻ്റെ വകയായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു കർത്താവേ. ഇപ്പോൾ തൃക്കരം എൻ്റെ തലമേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, നിൻ്റെ മകനായി നിൻ്റെ മകളായി എന്നെ മാറ്റണമേ, എന്നോട് നീ മനസ്സിലാക്കണമേ. എൻ്റെ പേര് നിത്യതയിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന മഹാഭാഗ്യം എനിക്ക് ഇന്ന് നൽകണമേ. എന്നെ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് അർഹിക്കാത്തത് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളർഹിക്കാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ സ്നേഹത്താൽ, ദിവ്യ സ്നേഹത്താൽ ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്ക് പോകാതെ, നിത്യനാശത്തിലേക്ക് പോകാതെ, നിത്യ അന്ധകാരത്തിലേക്ക് പോകാതെ ഞങ്ങളെ നിൻ്റെ തിരുമാറോട് ചേർത്തണച്ച് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായിട്ട് നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.